ഇതൊരു ട്രെയിനിൻ്റെ കഥയല്ല, ഇത് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാകുന്നത് ഇവിടെ നിന്നാണ്. വേഗത, സാങ്കേതിക വിദ്യ, അതേപോലെ തന്നെ സുരക്ഷ, ഈ 3 കാര്യങ്ങളും ഒരുമിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ റെയിൽ ഡ്രീമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നേരെ പോകുന്നത് മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അതിൻ്റെ താഴെ ഒരു ഓറഞ്ച് കളറിലൊരു ബീഡിങ് ആയിട്ടൊരു ചെറിയൊരു ബിൽഡിങ്, ഒരു ചെറിയൊരു കടമുറി പോലെ കാണാനായിട്ട് പറ്റും. അത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്, ഗുജറാത്തിലെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. റോഡിൻ്റെ നടുവിലാണ് ആ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് BRTS എന്ന് പറയുന്ന ഒരു ബസ്സിങ് സിസ്റ്റം സംവിധാനമാണത്. അതിൽ കണ്ടക്ടറൊന്നുമില്ല ബസ്സിനകത്ത്. സിറ്റിയിലൂടെ ഓടുന്ന ബസ്സുകൾ റോഡിൻ്റെ നടുവിലൂടെ വേറെ റോഡ് ഉണ്ടാക്കിയിട്ട് ആ ഒരു റോഡിലൂടെയാണ് ഓടുന്നത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ഡിവൈഡറൊക്കെ ഉണ്ടാവില്ലേ റോഡിൻ്റെ നടുക്കിലായിട്ട്, അതിന് പകരം ഇവിടെ വേറെ റോഡ് ഉണ്ടാക്കിയേക്കാണ് ബസ്സിങ്ങിന് മാത്രമായിട്ട്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ചുകൂടി ഈസി ആക്കാനും, അതുപോലെ തന്നെ ഈ ഒരു ബസ്സിനകത്ത് കണ്ടക്ടർ ഇല്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ബസ്സിനകത്ത് കയറുന്നതിന് മുന്നേ ബസ് സ്റ്റോപ്പിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ടിക്കറ്റ് എടുക്കുക, ബസ് സ്റ്റോപ്പിനകത്ത് കയറുക, പിന്നെ ബസ്സിനകത്ത് കയറുക. ആ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം പിന്നത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയുന്നതിന് മുന്നേ തന്നെ ഒരു മെട്രോ പോയിട്ടുണ്ട്. ചെറിയൊരു മെട്രോ സെറ്റപ്പ് തന്നെയാണ് ഇവിടുത്തെ ബസ്സിങ് സംവിധാനം ഉള്ളത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് മറക്കണ്ട, ഗുജറാത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് പറഞ്ഞുതരാം. ബുള്ളറ്റ് ട്രെയിൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗത, സാങ്കേതിക വിദ്യ, സുരക്ഷ, ഇത് 3 ഒന്നിക്കുന്ന ഒരു സ്ഥലം. ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഫാസ്റ്റ് ട്രെയിൻ മാത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇതൊരു ഹൈ സ്പീഡ് റെയിൽ സിസ്റ്റം എന്നുകൂടി വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ട്രാക്കുകൾ, അതുപോലെ തന്നെ പ്രത്യേക സിഗ്നലിംഗ് സിസ്റ്റം, അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് കേട്ടോ ഈ ഒരു ബുള്ളറ്റ് ട്രെയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ. അതിൻ്റെ ഒരു പാക്കേജാണ് മെയിനായിട്ട് ഇത് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ. ലോകത്ത് ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ ഓടിയത് ജപ്പാനിലാണ്. ഏകദേശം 50 വർഷങ്ങളോളം മുന്നത്തെ കാര്യമാണ് കേട്ടോ ഈ ജപ്പാനിലെ. അന്ന് അവർ ഉപയോഗിച്ച ആ ഒരു ടെക്നോളജി, ഷിൻകൻസെൻ, ആ ഒരു വാക്ക്, അത് പല രീതിയിലും ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്യും, അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവിടെ നിന്ന് തന്നെയാണ്, അതായത് ജപ്പാനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ടെക്നോളജിയും ഏറ്റെടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇത് നേരെ പോകുന്നത് സബർമതി BG റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. നേരത്തെ വേറെ കണ്ടത് മെട്രോ സ്റ്റേഷനിലേക്കുള്ളതും ഇത് വരുന്നത് സാധാരണ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളതും. ഇതവിടെ അതിൻ്റെ ആ ഒരു സ്റ്റേഷൻ്റെയും കൂടി മെയിൻ്റനൻസും കാര്യങ്ങളും വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അറിയാലോ, ഇന്ത്യയിൽ മൊത്തം റെയിൽവേ സ്റ്റേഷൻ അടിമുടി പണി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കുറേ റെയിൽവേ സ്റ്റേഷനുകളിലെ മാറ്റങ്ങൾ നമുക്ക് കണ്ടറിയാം എത്രത്തോളം ഡെവലപ്മെൻ്റാണ് റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ആ ഒരു ട്രാക്കിൻ്റെ എൻഡാണ് കേട്ടോ, ബുള്ളറ്റ് ട്രെയിനിൻ്റെ ആ ഒരു ട്രാക്കിൻ്റെ എൻഡാണ്. അപ്പോൾ അവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളാണ്. ഞാൻ ചുമ്മാ എൻ്റെ വരെയൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ട്രാക്ക് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ അഹമ്മദാബാദിലെ സബർമതി സ്റ്റേഷൻ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അവസാനിക്കുന്നത് മുംബൈയിലാണ് കേട്ടോ. ഏകദേശം മുംബൈ എത്തുന്ന ആ ഒരു ടൈമിൽ 21 കിലോമീറ്റർ ഈ ഒരു ട്രെയിൻ അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ, മണ്ണിനടിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 21 കിലോമീറ്ററോളം ടണലിലൂടെ സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നിമിഷ നേരം കൊണ്ട് കയറി ഇറങ്ങി പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് അത്രയ്ക്കാണ്. അപ്പോൾ ഏകദേശ ദൂരം എന്ന് പറയുന്നത് അഹമ്മദാബാദിൽ നിന്നും മുംബൈയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 508 കിലോമീറ്ററാണ്. ഇപ്പോൾ ഈ ഒരു ദൂരം കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 7 മണിക്കൂർ മുതൽ 8 മണിക്കൂറാണ് കേട്ടോ ടൈം വരുന്നത്. ഈ ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടൈം ലിമിറ്റ് ചുരുങ്ങിയിട്ട് 2 മണിക്കൂറിൻ്റെ അടുത്തേക്ക് തന്നെ എത്തുന്നതാണ് കേട്ടോ. ഇത് തന്നെയാണ് ഇന്ത്യയുടെ ട്രാവലിംഗ് കൾച്ചർ തന്നെ മാറ്റിമറിക്കും എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേഷൻ സബർമതിയിലത്തെ ഈ ഒരു സബർമതി റെയിൽവേ സ്റ്റേഷൻ, ഇതൊരു സാധാരണ റെയിൽവേ സ്റ്റേഷനാണെന്നൊന്നും പറയാൻ പറ്റില്ല. എയർപോർട്ട് സ്റ്റൈല് ടെർമിനൽസാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വൈഡായിട്ടുള്ള വെയിറ്റിംഗ് ലോഞ്ചസ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ടിക്കറ്റിംഗ് സിസ്റ്റം, ഇൻ്റർനാഷണൽ ലെവലാണ് ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ലെവൽ എന്ന് പറയാനുള്ള മെയിൻ കാരണം, അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്, ഒന്നും കൂടി നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്
ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ടോറൻറ്റ് പവറാണ് കേട്ടോ. ടോറൻറ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിയിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഓപ്പോസിറ്റുള്ള ഇവിടെ കാണിച്ചുതരാം ഞാൻ ആ സംഭവം എന്താണെന്നുള്ളത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നിന്നാണ് അഹമ്മദാബാദ് സിറ്റിക്കുള്ള എല്ലാ ഇലക്ട്രിസിറ്റിയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇലക്ട്രിക് ലൈൻസ് ഒക്കെ പോകുന്നത് മണ്ണിനടിയിലൂടെയാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള കറണ്ട് വരുന്നത് മണ്ണിനടിയിലൂടെ, നമ്മുടെ കുടിവെള്ളം വരുന്നില്ലേ അതേപോലെ മണ്ണിനടിയിലൂടെയാണ് ഇവിടുത്തെ പവർ സപ്ലൈ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റും മഴയും വെള്ളപ്പൊക്കം ഉണ്ടായാലും കറണ്ട് പോവില്ല എന്നുള്ളതാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിലൊന്ന് കയറി തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ റോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ BRTS ആ ഒരു ബസ്സിങ് സംവിധാനം, റോഡിൻ്റെ നടുവിലൂടെയുള്ള റോഡ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഗുജറാത്താണ്. നമ്മുടെ മലയാളികൾക്ക് കുറേ പുച്ഛമുണ്ട് ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ പേര് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലം മുതൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് മോദി നൽകിയ ഒരു പ്രാധാന്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷവും ഈ ഒരു നാഷണൽ ലെവലിലായി ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലുള്ള ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ജപ്പാനുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് പാർട്ട്ണർഷിപ്പ്, ടെക്നോളജി ട്രാൻസ്ഫർ, ലോങ് ടൈം വിഷൻ. ഇതൊരു പൊളിറ്റിക്സ് മാത്രമല്ല, ഇതൊരു ലീഡർഷിപ്പിൻ്റെയും കൂടി ഒരു ക്വാളിറ്റി തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ പൊളിറ്റിക്സിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് അതിൻ്റെ ടെക്നോളജിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. 320 km/h വേഗതയിലാണ് സഞ്ചരിക്കുക. അതായത് ഒരു മണിക്കൂറിൽ ഈ ഒരു ട്രെയിൻ 300 കിലോമീറ്ററിൽ കൂടുതൽ കവർ ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം, AI ബേസ്ഡ് കൺട്രോളിങ്, റിയൽ ടൈം മോണിറ്ററിങ്. അതായത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. മനുഷ്യന്മാരായിരിക്കില്ല ഇത് കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യുക. ഹ്യൂമൻ എറേഴ്സ് കുറയ്ക്കാനായിട്ട് ഇത് കൂടുതലായിട്ടും സഹായിക്കുമെന്നാണ് കേട്ടോ ജപ്പാൻകാർ പറയുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ മെയിനൊരു പോയിന്റ് എന്ന് പറയുന്നത് ഭൂമി കുലുക്കം ഉണ്ടായാലുണ്ടല്ലോ ഈ ട്രെയിൻ അവിടെ സ്റ്റോപ്പാവും എന്നാണ് പറയുന്നത്. ആ ഒരു അത്രയും സേഫ്റ്റി കൺട്രോളിങ്സ് ഒരുപാടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു കാര്യം ഇതിൻ്റെ ചിലവ് എത്രയാണെന്നാണ്. ഏകദേശ ചിലവ് എന്ന് പറയുന്നത് 1 ലക്ഷം കോടിക്ക് മുകളിലാണ് കേട്ടോ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഈ തുകയിൽ വലിയൊരു ഭാഗം കൊടുക്കുന്നത് ജപ്പാൻ ഗവൺമെൻറ്റിന് തന്നെയാണ്. അതും ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോണാണ് കേട്ടോ. ടെക്നോളജി, ട്രെയിനിങ്, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാം ഈ ഒരു ഇതിൽ ഉൾപ്പെടുന്ന കാര്യം കൂടിയാണ് കേട്ടോ. പിന്നെ ഇതൊരു എക്സ്പെൻസ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വരും തലമുറയ്ക്കാണ് ഇതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ വരാനായിട്ട് പോകുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് മുതൽ എൻജിനീയറിങ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂ സിറ്റീസ്, ബിസിനസ് ഹബ്സ്, ടൂറിസം ഗ്രോത്ത്, അഹമ്മദാബാദ് ടു മുംബൈ കോറിഡോർ ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എക്കണോമിക് ബെൽറ്റായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഫ്യൂച്ചർ ജനറേഷനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മൊത്തം ബെനിഫിറ്റ് കിട്ടുന്നത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. ചിലർക്കൊക്കെ തോന്നും ഇതൊരു ലക്ഷറിയാണ്, അല്ലെങ്കിൽ ഇത് പാവങ്ങൾക്ക് ഇതൊന്നും വേണ്ട, സാധാരണ ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പലരും പറയും. കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ, ഇതുപോലെ പാവങ്ങൾക്ക് എന്തിനാ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെട്രോ റെയിൽ, എക്സ്പ്രസ് വേ, അതുപോലെ തന്നെ എയർപോർട്ട്സ് ഇതെല്ലാം ഒരു കാലത്ത് എല്ലാവർക്കും ലക്ഷറി ആയിരുന്നു. എന്നാലുണ്ടല്ലോ ഇപ്പം ഇതെല്ലാവരും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. പാവപ്പെട്ടവനും പുറത്ത് പോകണമെങ്കിൽ, വേറെ രാജ്യത്ത് പോകണമെങ്കിൽ ഫ്ലൈറ്റ് കയറി തന്നെ പോകണം. പറയാനായിട്ട് അതിൻ്റെ ഇടയിൽ വിട്ടുപോയി. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് നിന്ന് കുറച്ച് മാറി അതിൻ്റെ പില്ലേഴ്സും കാര്യങ്ങളും കാണിച്ചു തരാം. ഈ റൗണ്ടിൽ കാണുന്ന പില്ലർ അതല്ല കേട്ടോ, ഈ സ്ക്വയർ പില്ലറാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പില്ലർ എന്ന് പറയുന്നത്. മറ്റേത് നിങ്ങൾ കണ്ട റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ
മെട്രോൻ്റെ പില്ലറായിരുന്നു കേട്ടോ. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എന്താ, അടുത്ത് കൂടെ ആളുകൾ പോകുമ്പോൾ നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഗംഭീര വലിപ്പമുണ്ട്. ക്യാമറയിൽ അത് എത്രത്തോളം വിസിബിൾ ആവും എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. നല്ല ഗംഭീര വലിപ്പമാണ്. പിന്നെ ഇത് സ്ക്വയർ പില്ലർ മാത്രമല്ല, ഇതിൻ്റെ റൗണ്ട് പില്ലേഴ്സൊക്കെ ഇടയിൽ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു പില്ലേഴ്സിൻ്റെ സൈഡിലൂടെ പണ്ട് റോഡായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറ്റി പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ വഴി കൂടെ ഒന്ന് ട്രാവൽ ചെയ്യാനായിട്ടൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സൈസിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേരം നിൽക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വലിയ വണ്ടികളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയുടെ സൈസും ഈ ഒരു പില്ലറിൻ്റെ സൈസും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇപ്പുറത്തെ ഇത് നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തുക. ഇതൊക്കെ കാണുന്നുണ്ടോ, ടോറൻറ്റ് പവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഗുജറാത്തിലേക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. മണ്ണിനടിയിലൂടെയാണ് ഇവിടുത്തെ ഇലക്ട്രിക് ലൈൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ മുംബൈയിലേക്കുള്ള ആ ഒരു ട്രാക്കാണ് കേട്ടോ കാണാം. അപ്പോൾ ആ വഴിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത് നേരെ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് പറയുന്നത്. നമ്മളവിടെ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാത്തത്. നമ്മൾ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കും കൂടുതൽ എല്ലാവർക്കും പെട്ടെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാൻ പറ്റുക. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അവിടെ നിന്ന് ചോദിച്ചറിയാനും പറ്റും. പിന്നെ റെയിൽവേ സ്റ്റേഷനകത്ത് കയറാഞ്ഞത് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് സംസാരിച്ചു. കയറാനായിട്ട് പറ്റില്ല, അലൗഡ് അല്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞു. പോകുന്ന വഴിയിൽ ഒരു ഓടിയൊക്കെ കിടക്കുന്ന കണ്ടോ, പൊടി പിടിച്ച് നശിച്ച് കിടക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗണ്ട് പില്ലേഴ്സൊക്കെ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ തൊട്ടടുത്തൊരു ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വർക്കിനുള്ള പുള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പില്ലറിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് സബർമതി റിവറും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുമാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലേക്കുള്ള ആ ഒരു റെയിൽവേ ട്രാക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സബർമതി റിവറിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഭാഗമാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഞാൻ നിന്ന ആ ഒരു ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പോർഷനാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം. നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോംസാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഭീര സെറ്റപ്പാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ ലെവലിലാണ് ചെയ്ത് വെക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഇൻ്റർനാഷണൽ ലെവൽ ഇവർ ഈ ഗുജറാത്തിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. വ്യക്തമായൊരു മാസ്റ്റർ പ്ലാനിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന് വിസിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചെയ്യാത്തവർ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ഞാൻ ചെയ്യില്ല. നിങ്ങളൊന്ന് പോയി നോക്കണം. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം ഇനി അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു ആഡംബരമാണെന്ന് ഇപ്പോൾ പറയുന്ന പല പ്രമുഖരും ഇതിലൂടെ സഞ്ചരിക്കാനും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നമ്മുടെ അഹമ്മദാബാദ് ടു മുംബൈ ആണ്. ഇനി ഡൽഹി ടു അഹമ്മദാബാദ് വരും. അതുപോലത്തെ അഹമ്മദാബാദ് ടു മുംബൈ, മുംബൈ ടു പൂനെ, പൂനെ ടു ചെന്നൈ, അങ്ങനെയൊക്കെ ഫ്യൂച്ചറിൽ വരും. അപ്പോൾ നമ്മുടെ നാട്ടിലും ഒരു കാലത്ത് ബുള്ളറ്റ് ട്രെയിൻ എത്തും. അങ്ങനെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും നോക്കിയിട്ടായിരിക്കും എൻ്റെ അടുത്ത വീഡിയോയും അല്ലെങ്കിൽ കണ്ടൻസും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ തെറിയൊന്നും വിളിക്കരുത്. പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്സ് നോക്കിയിട്ട് നമ്മൾ ഇന്ത്യ മാത്രം നിങ്ങൾ നോക്കുക. ഇന്ത്യയുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗകര്യങ്ങൾ 10 വർഷം മുന്നേ കിട്ടിയ ആ ഒരു സൗകര്യവും കാര്യങ്ങളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു കമൻ്റായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.